ഏറ്റവും അവസാനം അല്ല ഞാൻ പറഞ്ഞല്ലോ ആ ആശങ്ക നിലനിൽക്കുന്നു. ഞങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു ആ ആശങ്കയായി ഞങ്ങൾ നിലനിൽക്കുന്നു. ആ ആശങ്ക അത് തീർച്ചയായും സർക്കാരിന് അറിയിക്കും. സമരം നടത്തുമോ? ഈ പല വിദ്യാർത്ഥി വിഷയങ്ങളിൽ സമരം നടത്തിയതാണ്. രാഷ്ട്രീയം നോക്കാതെ തന്നെ വിദ്യാർത്ഥികൾ. അതെ, ഞാൻ നിങ്ങളോട് ആവർത്തിച്ചു പറയുന്നു, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഞങ്ങളുടെ സമരം തുടരുകയാണ്. എവിടെയാണ് നടത്താതിരിക്കുന്നത്? ഞാൻ പറയട്ടെ, കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ശക്തമായുള്ള സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. സംഘപരിവാറിനെതിരെയുള്ള സമരം ഞങ്ങൾ എവിടെയാണ് പണയപ്പെടുത്തിയിട്ടുള്ളത്? ഇപ്പോൾ ഏറ്റവും അവസാനം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ സർവകലാശാലകളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഈ RSS വൽക്കരണത്തെ ഗവർണർ SFI എന്ന പോരിലേക്ക് മാറ്റാനായിരുന്നില്ല പലരും ശ്രമിച്ചത്. പക്ഷെ എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള സ്ഥിതി? അന്ന് ഇവർ മിണ്ടിയോ? ഈ പറഞ്ഞ സംഘടനകൾ മിണ്ടിയല്ലോ. ഇന്നിപ്പോൾ SFIയുടെ പ്രതികരണം, SFIയെ ആക്ഷേപ രൂപത്തിൽ ഇന്ന് അപഹസിക്കാൻ കടന്നു വന്നിട്ടുള്ള KSUവിൻ്റെ MSFന്റെ പ്രസിഡന്റ് അവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഈ കേരളത്തിൽ സംഘപരിവാർ ഉദ്ദേശിച്ച ഒന്നും നടപ്പിലാക്കാൻ കഴിയാത്ത വണ്ണത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള സമരം നയിച്ചത് കേരളത്തിലെ SFI ആണ്. വിദ്യാഭ്യാസ മേഖലയിലെ ഈ കാവ്യവൽക്കരണത്തിനെതിരെ SFI ശക്തമായി സമരം നടത്തിയിരുന്നു. അതേപോലെ തന്നെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ ഈ കാവ്യവൽക്കരണത്തെ എതിർക്കുമോ? അതിനെ ഈ PM ശ്രീ പദ്ധതിയിൽ എന്താണ് സംശയം? എന്താണ് സംശയം? ഞങ്ങൾ പറയുന്നു ഈ സംഘപരിവാർ വൽക്കരണത്തിന്റെ ഞാൻ പറയട്ടെ, ഞാൻ ഉത്തരം പറയട്ടെ. നിങ്ങൾക്കൊരു സംശയവും വേണ്ട. സംഘപരിവാറിനെതിരെയുള്ള സമരം തുടരും. അത് ശക്തമായി തുടരും. അത് ഇന്നലെയും നടത്തിയിട്ടുണ്ട്, ഇന്നും നടത്തുന്നുണ്ട്, നാളെയും ശക്തമായി തുടരും. ഞങ്ങൾ ഇപ്പോഴും ആവർത്തിച്ചു പറഞ്ഞു, ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ആശങ്ക ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ആശങ്കയിൽ പറയുമ്പോൾ തന്നെ നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ സമരം നടത്തുമെന്ന്. ആ ഘട്ടത്തിൽ ഈ പാഠപുസ്തകങ്ങൾ ഉൾപ്പെടെ, ഈ പാഠപുസ്തകങ്ങളിൽ സംഘപരിവാർ വൽക്കരണത്തിൻ്റെ ഭാഗമായി കരിക്കുലം മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ, അതോടൊപ്പം സമാനമായിട്ടുള്ള ഈ മറ്റ് കാര്യങ്ങൾ നിലനിൽക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് സംഘപരിവാർ വൽക്കരണത്തിൻ്റെ ഭാഗമായി കടന്നു വരികയാണെങ്കിൽ ഞങ്ങൾ ശക്തമായ സമരം നടത്തും. അതിൽ ആശങ്ക അറിയിച്ച് സർക്കാർ എങ്ങനെ നടപ്പിലാക്കും എന്നതിനെ കുറിച്ച് അവർ കൂടി പറയണ്ടേ? അവർ കൂടി പറഞ്ഞതിനനുസരിച്ചല്ലേ ഇത് വ്യക്തത. പിന്നെ ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കേരളത്തിലെ ഈ നാട്ടിലെ സാധാരണക്കാർ കൊടുക്കുന്ന നികുതി പണം, അതിൻ്റെ ഭാഗമായിട്ട് സർക്കാർ GSTയിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് തരേണ്ട പണം, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം, ഇത് എന്തോ ആത്മഹത്യാപരമാണ്, അത് പണം വാങ്ങുന്നത് ആത്മഹത്യാപരമാണെന്നൊക്കെ പറഞ്ഞാൽ ഒരു സർക്കാരിന് മുന്നോട്ട് പോകാനോ ഒരു സംവിധാനത്തിന് മുന്നോട്ട് പോകാനോ കഴിയുമോ? അത് സ്വാഭാവികമായ ചോദ്യമല്ലേ? ഇത് നമ്മുടെ പണമല്ലേ, നികുതി പണമല്ലേ? ആ നികുതി പണം നമ്മൾ വാങ്ങാതെ മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞാൽ അത് കേരളം സംസ്ഥാനമായ തമിഴ്നാട് അതിന് ഈ നിയമ വഴിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സംസ്ഥാനത്തിന് തമിഴ്നാട് പോലെ ഈ രാജ്യത്തെ തന്നെ രണ്ടാമത്തെ എക്കണോമി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എക്കണോമിക്ക് സ്വാഭാവികമായിട്ടും അതിനെ നിൽക്കാനുള്ള ഒരു സെൽഫ് സസ്റ്റൈനബിലിറ്റി ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ട് അത് സർക്കാർ കാര്യമാണ്. സർക്കാർ പറയട്ടെ. ഇന്നിപ്പോ ഞാൻ മനസ്സിലാക്കുന്നത് പറയുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൽ നിങ്ങൾ പറഞ്ഞു, ഇതിനകത്ത് നിങ്ങൾ ആശങ്ക അറിയിക്കും, സർക്കാരിന് പരിമിതി ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊരു കോംപ്രമൈസ് ആണെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരു കോംപ്രമൈസിന്റെ ഒരു ഇതാണെന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. ഇതിൽ യഥാർത്ഥത്തിൽ നിലനിൽക്കുന്നത് ഇത് സംഘപരിവാർ പലപ്പോഴായിട്ട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ചില തെറ്റായ നയങ്ങളെ, സർക്കാരുകളെ പല രൂപത്തിൽ കീഴടക്കുക എന്നുള്ളതാണ്. ആ കീഴടക്കലിലേക്ക് എത്താതെ തന്നെ നമ്മുടെ നയം നിലനിർത്തിക്കൊണ്ട് ഇതെങ്ങനെ നടപ്പിലാക്കാം എന്നുള്ള ആലോചനയായിരിക്കാം സർക്കാർ നടത്തിയത്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത് നടപ്പിലാക്കുമ്പോൾ തന്നെ ഞങ്ങൾ പറയുന്നു, അതിൽ നിലനിൽക്കുന്ന സംഘപരിവാറിൻ്റെ ചില തെറ്റായ നിലപാടുകളുണ്ട്. സ്കൂളുകളിലേക്ക് കടന്നു വരുന്ന കരിക്കുലത്തിൽ വരുന്ന മാറ്റങ്ങൾ അത് നടപ്പിലാക്കാൻ കഴിയില്ല. അത് സംഘപരിവാർ വൽക്കരണത്തിലേക്ക് എത്തിക്കും. അതിനോടുള്ള ശക്തമായുള്ള ചോദ്യം.